ഹായ് ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമി ജിഡിന്റെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ജി കെ സെക്ഷനിലേക്ക് പോവാണ്. അപ്പൊ ജി കെത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സസൈസ് അജയ വാരിയർ 25 ഈസ് എ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? അജയ വാരിയർ 25 എന്ന് പറഞ്ഞൊരു എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയും വേറെ ഏത് രാജ്യവുമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന എക്സസൈസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം. ഇതിൽ ഓപ്ഷൻ വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. യുണൈറ്റഡ് കിങ്ഡവും ഇന്ത്യയും കൂടി നടത്തിയ ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആയിരുന്നു എക്സസൈസ് അജയ വാരിയർ 25 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഡിഫൻസ് കോപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു എക്സസൈസ് ആയിരുന്നു എക്സസൈസ് അജയ വാരിയർ 25. ഓർത്തു വയ്ക്കുക, ഇന്ത്യയും യു കെയും തമ്മിലായിരുന്നു എക്സസൈസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ദ ഇയർ ഓഫ് ഫൗണ്ടേഷൻ ഓഫ് വുമൻസ് അസോസിയേഷൻ. വുമൻസ് അസോസിയേഷൻ ഫൗണ്ട് ചെയ്ത ഇയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻസ് നോക്കാം. 1947, 1937, 1927 ആൻഡ് 1917. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 1917 വുമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ഫൗണ്ട് ചെയ്യുന്നത്. ആനി ബസന്റ്, മാർഗരറ്റ് കസിൻസ്, സരോജിനി നായിഡു ഒക്കെ ഇതിന്റെ മെയിൻ ലീഡേഴ്സ് ആയിട്ട് അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹു വാസ് ദ ഹെഡ് ഓഫ് സൈമൺ കമ്മീഷൻ? സൈമൺ കമ്മീഷന്റെ ഹെഡ് ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. സർ സിഡ്നി റൗലറ്റ്, സർ ജോൺ സൈമൺ, ജോൺ റൗലറ്റ് ആൻഡ് ഡേവിഡ് ഡയമണ്ട്. ഇതിൽ ആരായിരുന്നു സൈമൺ കമ്മീഷൻ ഹെഡ്? സർ ജോൺ സൈമൺ ആണ് സൈമൺ കമ്മീഷന്റെ ഹെഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കറിയാം സൈമൺ കമ്മീഷൻ 1927 വന്നിരുന്ന ഒരു കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ബ്രിട്ടീഷ് അപ്പോയിന്റഡ് ഉണ്ടായിരുന്ന ഒരു കമ്മീഷൻ ആയിരുന്നു സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 വർക്കിംഗിന്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ വരുന്നത്. പക്ഷെ ഇന്ത്യ ഈ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ എല്ലാവരും ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു, ഒറ്റ ഇന്ത്യക്കാർ പോലും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പൊ അത് കാരണം നമ്മളത് ബോയ്ക്കോട്ട് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യ ഷെയർസ് ഇറ്റ്സ് ലീസ്റ്റ് ഇന്റർനാഷണൽ ബൗണ്ടറി വിത്ത് വിച്ച് കൺട്രി? ഇന്ത്യ ഏറ്റവും കുറവ് ഇന്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. പാകിസ്ഥാൻ, ചൈന, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ. അപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന കൺട്രി ചൈനയാണ്. പിന്നെ വരുന്ന കൺട്രിയാണ് ഇത്. ഏറ്റവും കുറവ് ഷെയർ ചെയ്യുന്ന കൺട്രിയാണ് അഫ്ഗാനിസ്ഥാൻ. ഇതില് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ മാർക്കിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കുറവ് ഇന്റർനാഷണൽ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതലാണെങ്കിൽ ഏതുമായിട്ടാണ്? ചൈനയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവാണെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായിട്ടുമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കറസ്പോണ്ട്സ് ടു ദ ലോഞ്ചിറ്റ്യൂഡ് ഡാഷ് ഡിഗ്രീസ് ഈസ്റ്റ്. അപ്പൊ ഇന്ത്യന്റെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? 82.5 ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇന്ത്യന്റെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 82.5. ഏതാണ്? ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ്. 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെയാണ് ഇന്ത്യന്റെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് വേറൊരു കാര്യം കൂടി പഠിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഇങ്ങനെ 5 സ്റ്റേറ്റ്സിലൂടെയാണ് ഈ 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നത്. അപ്പൊ ഇന്ത്യന്റെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ 82.5 ഈസ്റ്റ് ആണ്. 5 സ്റ്റേറ്റ്സിലൂടെയാണ് പോകുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ആര്യഭട്ട വാസ് ലോഞ്ച്ഡ് ഓൺ 19th April. ഏതാണ് ഇയർ? അപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ ഫസ്റ്റ് സാറ്റലൈറ്റ് ആയിരുന്നു ആര്യഭട്ട എന്ന് പറയുന്നത്. ഏത് ഇയറിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഇയറിലാണ്? 1975 ആര്യഭട്ട എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് സാറ്റലൈറ്റ് ആണ്. ISRO ആണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യന്റെ ഒരു സ്പേസ് എക്സ്പ്ലോറേഷന്റെ ഒരു ബിഗിനിങ്ങിനായിട്ടാണ് നമ്മൾ ഈ ആര്യഭട്ടേനെ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെവൻത് ക്വസ്റ്റ്യൻ, വെൻ ഈസ് ദ നാഷണൽ യൂണിറ്റി ഡേ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നാഷണൽ യൂണിറ്റി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഓപ്ഷൻസ് നോക്കാം. 26 ജാനുവരി, 31 ഒക്ടോബർ, 2 ഒക്ടോബർ ആൻഡ് 14 നവംബർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 31 ഒക്ടോബറിനാണ് നമ്മൾ നാഷണൽ യൂണിറ്റി ഡേ ആഘോഷിക്കുന്നത്. ഈ നാഷണൽ യൂണിറ്റി ഡേനെ തന്നെ വേറെ പേരാണ് എന്ത്? രാഷ്ട്രീയ ഏകതാ ദിവസ്. ഒഫീഷ്യലി നോൺ ആസ് രാഷ്ട്രീയ ഏകതാ ദിവസ്. ഇത് എന്തിനാണ് ഈ ഡേ ആഘോഷിക്കുന്നത്? നമ്മളെ
സർദാർ വല്ലഭായ് പട്ടേലിന്റെ ബർത്ത്ഡേന്റെ അന്നാണ് നമ്മൾ യൂണിറ്റി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ടു കോമമറേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് അയൺ മാൻ ഓഫ് ഇന്ത്യ. സർദാർ വല്ലഭായ് പട്ടേൽ നമ്മൾ അറിയാം അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേന്റെ ഒരു ഓർമ്മ ദിവസമായിട്ടാണ് നമ്മൾ യൂണിറ്റി ഡേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് 31 ഒക്ടോബറിന് ആഘോഷിക്കുന്നത്. നമ്മുടെ 8th ക്വസ്റ്റ്യൻ ആണ് രാജതരംഗിണി. എ വിവിഡ് അക്കൗണ്ട് ഓഫ് ദ കിങ്സ് ഓഫ് കാശ്മീർ വാസ് കമ്പോസ്ഡ് ബൈ കൽഹണ ഇൻ ഡാഷ് ലാംഗ്വേജ്. കൽഹണ എഴുതിയ വൺ ഓഫ് ദ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് എന്ത് രാജതരംഗിണി. ഇത് ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് രാജതരംഗിണി എഴുതിയിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ സി ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് രാജതരംഗിണി എഴുതിയിട്ടുള്ളത്. അപ്പൊ അന്നത്തെ കിങ്സ് ഓഫ് കാശ്മീരിനെ കുറിച്ചിട്ടാണ് മെയിൻലി രാജതരംഗിണിയിൽ പറയുന്നത്. അപ്പൊ എഴുതിയ ആളെ പേര് ഓർത്തു വെക്കുക. കൽഹണ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് രാജതരംഗിണി എഴുതുന്നത്. 9th ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി ടൈംസ് എ പേഴ്സൺ ക്യാൻ ബി ഇലക്ടഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യാൻ പറ്റും? ഓപ്ഷൻസ് നോക്കാം. 1 ടൈം, 2 ടൈം, 3 ടൈം ആൻഡ് ഓപ്ഷൻ ഡി നോ ബാർ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ അങ്ങനെ ഒരു ലിമിറ്റ് പറയുന്നില്ല ഒരാൾക്ക് ഇത്ര പ്രാവശ്യം എലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആർട്ടിക്കിൾ 57ലാണ് ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് ടൈംസ് എ പേഴ്സൺ ക്യാൻ സെർവ് ആസ് പ്രസിഡന്റ്. ഒരു ലിമിറ്റും പറയുന്നില്ല എത്ര ടൈം വേണമെങ്കിലും മത്സരിക്കാൻ പറ്റും. അപ്പൊ ആൻസർ ഒന്ന് ഓപ്ഷൻ ഡി നോ ബാർ ആണ്. ഇതിനെ കുറിച്ച് പറയുന്ന മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ 57ലാണ് ഇതിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10th ക്വസ്റ്റ്യൻ വിച്ച് ഫ്രീഡം ഫൈറ്റർ ഈസ് നോൺ ആസ് ലോകമാന്യ. ലോകമാന്യ എന്നറിയപ്പെടുന്ന ഫ്രീഡം ഫൈറ്റർ ആരാണ്? ഓപ്ഷൻ എ ഗോഖലെ, തിലക്, ബോസ്, ഗാന്ധി. നമുക്ക് എല്ലാവർക്കും അറിയാം ബാലഗംഗാധര തിലകിനെയാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്. ലോകമാന്യ ബാലഗംഗാധര തിലക്. അപ്പൊ അദ്ദേഹത്തിന് ലോകമാന്യ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അത്രയും ആൾക്കാർ അവരെ എന്താ ലീഡറായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലോകമാന്യ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? ലീഡർ അക്സെപ്റ്റഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു അക്സെപ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ഗോഖലെന്ന് ബാലഗംഗാധര തിലകിനെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാൻ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഒന്ന് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന സ്ലോഗൻ കൊണ്ടുവരുന്നത് ബാലഗംഗാധര തിലകാണ്. അതേപോലെ തന്നെ കേസരി, മുഹറത്ത്, അങ്ങനെ 2 ന്യൂസ് പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? ബാലഗംഗാധര തിലകിന്റെ 2 ന്യൂസ് പേപ്പേഴ്സ് ആണ് കേസരിയും മഹറത്തയും. അതേപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തു. ഗണേഷ് ഉത്സവ്, ശിവജി ജയന്തി, ഇങ്ങനത്തെ കുറെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പബ്ലിക് ഫെസ്റ്റിവൽസ് ഒക്കെ പോപ്പുലറൈസ് ചെയ്യുന്നതും ആരാണ്? ഈ ബാലഗംഗാധര തിലകാണ്. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലൊക്കെ കുറച്ച് മുന്നേ ആയിട്ടാണ് ബാലഗംഗാധര തിലക് മരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ ദ കറൻസി ഓഫ് ചൈന. ചൈനയുടെ കറൻസി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. യെന്, പോണ്, യുവാന്, ഡോളർ. അപ്പൊ ഇതില് യുവാനാണ് ആൻസർ. ഓപ്ഷൻ സി യുവാനാണ് ആൻസർ. ഈ യുവാനത്തെ നമ്മൾ റെൻമിൻബി എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ റെൻമിൻബി എന്നാണ്. ഓപ്ഷൻസിൽ റെൻമിൻബി എന്നാണെങ്കിലും കറക്റ്റ് ആണ്, യുവാൻ എന്നുള്ളതാണെങ്കിലും കറക്റ്റ് ആണ്. ഇനി വേറെ കുറച്ച് കൺട്രീസിന്റെ കറൻസി പറയുകയാണെങ്കിൽ ജപ്പാന്റെ കറൻസിയാണ് യെന്, യുകെന്റെ കറൻസിയാണ് പൗണ്ട് സ്റ്റേർലിംഗ്, യുഎസിന്റെ കറൻസി നമുക്ക് എല്ലാവർക്കും ഡോളർ ആണ്. ഇനി ബ്രിട്ടന്റെ യുകെന്റെ കറൻസിയാണ് എന്ത്? നമ്മൾ പറഞ്ഞു പൗണ്ട് സ്റ്റേർലിംഗ്. ഇനി യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ യൂറോ സോണിലെ കറൻസിയാണ് എന്ത്? യൂറോ. ഇത്രയും കൺട്രീസും കൂടി നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിട്ട് കേട്ടോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 12th ക്വസ്റ്റ്യൻ. ദ RBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. RBI എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ക്വസ്റ്റ്യൻ. ഏതാണ് വർഷം? നമുക്ക് എല്ലാവർക്കും അറിയാം April 1, 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പൊ RBI എന്താ? നമ്മുടെ ഇന്ത്യന്റെ സെൻട്രൽ ബാങ്ക് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ മുംബൈ ആണ്. എസ്റ്റാബ്ലിഷ് ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ April 1, 1935 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. Next question, 13th question. Which Indian state is famous for the Hornbill Festival? Hornbill Festivalന് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, ആസാം. അപ്പൊ നാഗാലാൻഡിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് മോസ്റ്റ് ഫേമസ് ഫെസ്റ്റിവൽ ആണ് എന്ത്? ഹോൺബിൽ ഫെസ്റ്റിവൽ. അപ്പോൾ നാഗാലാൻഡിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ 14th ക്വസ്റ്റ്യൻ ആണ് വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ലോവർ ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 to 18 years? വോട്ടിംഗ് ഏജ് 21 നിന്നും 18 ആക്കിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലാണ് വോട്ടിംഗ് ഏജ് നമ്മൾ 21 നിന്നും 18 കുറയ്ക്കുന്നത്. ഇപ്പോ 61st ആണ് ഓർത്ത് വെക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ സി ന്യൂയോർക്കിലാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്.
അപ്പൊ ഇത്രയാണ് നമ്മുടെ ആർമി ജിഡിന്റെ 5th ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് വേണം എല്ലാവരും എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ, നമ്മൾ ആർമി GDന്റെ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. അതിൽ സയൻസ് ആണ്. സയൻസ് ക്വസ്റ്റ്യൻസ് പൊതുവെ 20 എണ്ണാണ് വരുന്നത്. 20 16 തൊട്ട് 35ാമത്തെ ക്വസ്റ്റ്യൻ വരെ സയൻസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിലെ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: അറ്റ് ദ സെന്റർ ഓഫ് എർത്ത് ദ വാല്യൂ ഓഫ് G ഈസ്. ജിന്റെ വാല്യൂ എർത്തിന്റെ സെന്ററിൽ എത്രയാണെന്ന് ചോദിച്ചത് അല്ലെ. എർത്തിന്റെ സെന്ററിൽ ഈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി കാരണമുള്ള ആക്സിലറേഷൻ, അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ സെന്ററിൽ, എർത്തിന്റെ സെന്ററിൽ എത്രയാണെന്നാ ചോദിക്കുന്നത്. എത്രയാണ്? അത് 0 ആണ്. നമ്മൾ പഠിക്കാറുണ്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ്. അത് എർത്തിന്റെ സർഫസിലാണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സർഫസിലാണ്. പിന്നെ ഇത് രണ്ടും തെറ്റാണ്. ഇത് രണ്ടും നമുക്ക് വാല്യൂസ് ഇല്ലാത്തതാണ്. അപ്പൊ സെന്ററിൽ ഏത് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? സെന്ററിൽ 0 ആണ്. അപ്പൊ നമ്മളോട് ചോദ്യം ഇങ്ങനെയായിരിക്കും: നമ്മൾ എർത്തിന്റെ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുമെന്ന് ചോദിക്കും. അങ്ങനെ വെയിറ്റ് ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? നമ്മൾ വെയിറ്റ്ലെസ് ആണ്, നമുക്ക് തീരെ ഫീൽ ചെയ്യില്ല, 0 വെയിറ്റ് ആണ്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G0 ആയതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ. 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു, ഒരു കുതിരശക്തി, ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? കുതിരശക്തി. എത്രയാണ്? 746 വാട്ട് ആണ്. നമ്മൾ തെറ്റിക്കാനായിട്ട് 764 ഒക്കെ തരും. അപ്പൊ നിങ്ങൾ വീണ് പോകരുത്. 746 വാട്ട് ആണ് എന്ത്? 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. 500ഓ 646ഓ 700ഓ ഒന്നും അല്ല, കൃത്യം വാല്യൂ തന്നെ പഠിക്കുക. 746 വാട്ട് ആണ്. 18ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത്. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചത്. എളുപ്പമുള്ളതാണ്. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ജൂൾ എന്തിന്റെ യൂണിറ്റ് ആണ്? വർക്കിന്റെയും എനർജീന്റെയും യൂണിറ്റ് ആണ് ജൂൾ. ആംബിയർ എന്തിന്റെ യൂണിറ്റ് ആണ്? കറണ്ടിന്റെ, അല്ലെ? കറണ്ടിന്റെ SI യൂണിറ്റ് ആണ്. കിലോഗ്രാം എന്തിന്റെ യൂണിറ്റ് ആണ്? മാസിന്റെ SI യൂണിറ്റ് ആണ്. സെക്കൻഡ് എന്തിന്റെ SI യൂണിറ്റ് ആണ്? സെക്കൻഡ് ടൈമിന്റെ SI യൂണിറ്റ് ആണ്. അപ്പം SI യൂണിറ്റ്സ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നിർബന്ധമായും പഠിക്കണേ. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്: വിച്ച് ഫോഴ്സ് ഗവേൺസ് ദ മോഷൻ ഓഫ് പ്ലാനറ്റ്, സ്റ്റാർ ആൻഡ് ഗാലക്സീസ്. അതായത് നമ്മുടെ ഗാലക്സീസിൽ, ഇത് കണ്ടോ, ഈ ഗാലക്സീസിൽ മോഷൻ, നമ്മുടെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ സഞ്ചരിക്കുന്നത്, അതിന്റെ സഞ്ചാരപാത നിർണയിക്കുന്ന ഫോഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? നമ്മൾ ഇതായിട്ട് പറയുമ്പോൾ, നമ്മളെ സ്പേസ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഒറ്റ ഫോഴ്സേ വരുള്ളൂ. എന്ത് ഫോഴ്സാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സോ ന്യൂക്ലിയർ ഫോഴ്സോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സോ ഒന്നുമല്ല. ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് സൗണ്ട് ഡിറ്റർമൈൻസ് ഇറ്റ് ലൗഡ്നെസ്. ലൗഡ്നെസ്, ഉച്ചതി പറയുന്നത് ഏത് പ്രോപ്പർട്ടി പ്രകാരമാണ്? വേവ് ലെങ്ത് ആണോ, പിച്ച് ആണോ, ആംപ്ലിറ്റ്യൂഡ് ആണോ, ഫ്രീക്വൻസി ആണോ എന്ന് ചോദിക്കുന്നത്. ഏതാണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് നമ്മുടെ ഒരു വേവ് ആണെന്ന് കരുതുക. നമ്മളിപ്പോ വേവ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, ഒരു വേവ് ആണെന്ന് കരുതുക. ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് പൊന്തുന്നത് എത്രമാത്രം പൊന്തി എന്ന് നോക്കുന്നതാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ്, ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ നേരെ പോയി ഇവിടെ അവസാനിക്കുന്നുണ്ടല്ലോ, ഇതാണ് വേവ് ലെങ്ത്. ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഹൈറ്റിൽ പൊന്തി എന്നുള്ളതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ലൗഡ്നെസ് നിർണ്ണയിക്കുന്നത്, സൗണ്ടിന്റെ ലൗഡ്നെസ് നിർണ്ണയിക്കുന്നത് ഏതാണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ അല്ലേ? 21ാമത്തെ ചോദ്യമാണ്: ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻടു വാട്ടർ വേപ്പർ. വെള്ളം എന്തായി മാറുന്നു? വാട്ടർ എന്തായി മാറുന്നു? വാട്ടർ വേപ്പർ ആയി മാറുന്ന പ്രോസസ്സിനെ വെള്ളം
വാട്ടർ വേപ്പറായി മാറുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവാപ്രേഷൻ. എന്താണ്? ഇവാപ്രേഷൻ എന്ന് വിളിക്കുന്ന പേരാണ് വാട്ടർ വേപ്പറായി മാറുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. കാരണം സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മാറ്ററിന്റെ കൺവേർഷൻ ചോദിക്കും. ഇപ്പൊ നിങ്ങൾ ഐസ്, ഇപ്പം ആലോചിക്കുക, ഐസ് മാറുന്നത്. ഐസ് എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് ആണ് അല്ലെ? ഐസ് സോളിഡ് അല്ലേ? അപ്പൊ ഐസ് എന്തായി മാറുന്നു? വാട്ടറായി മാറുന്നുണ്ട്. ഐസ് വാട്ടറായി മാറുന്നുണ്ട്. വാട്ടർ എന്തായി മാറുന്നുണ്ട്? വാട്ടർ വേപ്പറായി മാറുന്നുണ്ട്. ഈ ഐസ് വാട്ടറായി മാറുന്ന പ്രോസസ്സിനെ നമ്മൾ മെൽറ്റിംഗ് എന്നാണ് പറയുക. എന്താണ്? മെൽറ്റിംഗ്. വാട്ടർ വേപ്പറായി മാറുന്ന പ്രോസസ്സിനെ നമ്മുടെ ചോദ്യം എന്താണ്? ഇവാപ്രേഷൻ ആണ്. ഇവാപ്രേഷൻ. ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കിക്കൊള്ളാം. ഇവാപ്രേഷൻ. ഇനി ഈ വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസ് ആണ്. വാട്ടർ വേപ്പർ ഗ്യാസ് ആണ്. വാട്ടർ എന്താണ്? ലിക്വിഡ് ആണ്. ഐസ് എന്താണ്? സോളിഡ് ആണ്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, വാട്ടർ വേപ്പർ തിരിച്ച് വാട്ടറായി മാറും, ആവില്ലേ? ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ. എന്താണ്? കണ്ടൻസേഷൻ. വാട്ടർ വേപ്പർ തിരിച്ച് വാട്ടർ ആകുന്ന പ്രോസസ്സിനെ കണ്ടൻസേഷൻ. ഇനി വാട്ടർ തിരിച്ച് ഐസ് ആകുന്ന പ്രോസസ്സിനെ നമ്മൾ വെള്ളം ഫ്രിഡ്ജിൽ വെക്കും, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസാക്കി മാറ്റും, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീസിങ്. മറക്കരുത്, അത് മറക്കരുത്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഐസ് സോളിഡ് ലിക്വിഡ് ആവാണ്ട് നേരിട്ട് വാട്ടർ വേപ്പർ ആകുന്ന പ്രോസസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. എന്താണ്? സബ്ലിമേഷൻ. സോളിഡ് നേരിട്ട് ഗ്യാസ് ആകുന്നത്. അങ്ങനെ ആവുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആകും. നമ്മൾ കർപ്പൂരം കത്തിക്കുന്നു, കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ അത് നേരിട്ട് ഗ്യാസ് അല്ലേ മാറുന്നത്? അവിടെ സോളിഡ് നേരെ ലിക്വിഡ് ആയിട്ടാണോ ഗ്യാസ് ആവുന്നത്? ഇല്ല. നാഫ്തലിൻ ബോൾസ് അതൊക്കെ എന്താണ്? അത് നേരിട്ട് ഗ്യാസ് ആയി മാറാണ്, സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നില്ല. അതിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ഇനി ഇത് തിരിച്ചാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ടർ വേപ്പർ ഐസായി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, അതിന് ഡൈലൂഷൻ എന്നും പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. സബ്ലിമേഷൻ എന്താണ്? ഐസ് അല്ലെങ്കിൽ സോളിഡ് നേരിട്ട് വാട്ടർ വേപ്പർ ഗ്യാസ് ആയി മാറുന്ന പ്രോസസ്സിന് സബ്ലിമേഷൻ എന്ന് പറയും. ഇവിടെ നമ്മുടെ ചോദ്യം, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടറിന് വാട്ടർ വേപ്പർ ആക്കി മാറ്റുന്നു, ഏതാണ്? ഇവാപ്രേഷൻ. അത് മറക്കരുത്. 22nd ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണോ, ന്യൂട്രൽ ആണോ, വേരിയബിൾ ആണോ, നെഗറ്റീവ് ആണോ? ഏതാണ്? നെഗറ്റീവ് ആണ്. നമുക്കറിയാം, ഇത് ആറ്റം. ആറ്റത്തിന്റെ ഉള്ളില് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസില് പ്രോട്ടോണും ഉണ്ട്, ഇലക്ട്രോണും ഉണ്ട്. ഇതിൽ പ്രോട്ടോൺ ആണെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. ന്യൂട്രോണിന് ചാർജ് ഇല്ല, 0 ആണ്. ഇതിന് ചുറ്റും ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. മറക്കരുത്, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അടുത്തത്, the element in group 17 of the periodic table are also known as. group 17 എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇതിലെ ഏതാണ്? നോബിൾ ഗ്യാസ് ആണോ, ആൽക്കലൈ മെറ്റൽ ആണോ, ഹാലോജൻസ് ആണോ, ട്രാൻസിഷൻ മെറ്റൽസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം, പീരിയോഡിക് ടേബിൾ ഉണ്ട് അല്ലെ? പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട്. പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെയൊക്കെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ കുറെ നമുക്ക് ടേബിൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കാണാം. ഇതില് ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലൈ മെറ്റൽസ്. ആൽക്കലൈ മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്. സെക്കൻഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലൈ എർത്ത് മെറ്റൽസ്. ഇതിന്റെ കൂടെ ഒരു എർത്ത്, ഭൂമി, എർത്തും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? സെക്കൻഡ് ഗ്രൂപ്പാണ്. ഇനി ഇവിടെ 3 തൊട്ട് 12 വരെയുണ്ട്. ഇവരെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ മെറ്റൽസ്. എന്താണ്? 3 തൊട്ട് 12 വരെയുള്ളത് ട്രാൻസിഷൻ മെറ്റൽസ്. ഇനി ഇവിടെ കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ട്. ഇതിപ്പോ 1, 2, 3 കഴിഞ്ഞ് ഇവിടെ 12 ആയി. പിന്നെ ഇനി 13 ഉണ്ട്, 14 ഉണ്ട്,
15 ഉണ്ട്, 16 ഉണ്ട്, 17, 18 ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇത്രയും ഗ്രൂപ്പുകൾ ഉണ്ട്. 13ാമത്തതിനെ ബോറോൺ ഫാമിലി എന്നാ പറയാ, ബോറോൺ ഫാമിലി. 14ാമത്തേനെ കാർബൺ ഫാമിലി എന്നും 15നെ നൈട്രജൻ ഫാമിലി എന്നും 16നെ ഓക്സിജൻ ഫാമിലി എന്നും 17നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂറിൻ ആണ്. ആ ഫാമിലിനെ ഒരു പ്രത്യേക പേരിട്ട് വിളിക്കും, ഹാലോജൻസ്. എന്താണ്? ഹാലോജൻസ് എന്ന് പറയും. ഇനി 18ാമത്തത് സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ്, അവരെ വിളിക്കുന്ന പേരാണ് നോബിൾ ഗ്യാസസ്. അപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളില് ആലോചിക്കുക, പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകൾ ഉണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിന് ആൽക്കലൈ മെറ്റൽസ് എന്ന് പറയും. രണ്ടാമത്തെ ഗ്രൂപ്പിന് ആൽക്കലൈന്റെ കൂടെ ഏർത്തും കൂടെ വന്നിട്ട് ആൽക്കലൈ ഏർത്ത് മെറ്റൽസ് എന്ന് പറയും. 3 തൊട്ട് 12 വരെ ഉള്ളതിനെ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയും. പിന്നെ അങ്ങോട്ടേക്ക് ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ, ഹാലോജൻസ്. 17നെ എന്താ വിളിക്കുക? ഹാലോജൻസ്. പിന്നെ 18ന് നോബിൾ ഗ്യാസസ്. ഇത് ഓർത്ത് വെക്കണേ. അടുത്തത്, വിച്ച് ഗ്യാസസ് റിലീസ്ഡ് വെൻ വിനീഗർ റിയാക്ട്സ് വിത്ത് ബേക്കിംഗ് സോഡ? വിനാഗിരി, നമ്മൾ വിനാഗിരി എന്ന് പറഞ്ഞാൽ വിനീഗർ ബേക്കിംഗ് സോഡയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ആസിഡ് റിലീസ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും റിലീസ് ചെയ്യുന്നില്ല. അടുത്തത്, സെലക്ട് ദ സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ഫ്രം എമംഗ് ദ ഓപ്ഷൻസ്, ഗിവൺ ഓപ്ഷൻസ്. താഴെ തന്നതില് സിന്തറ്റിക് ഇൻഡിക്കേറ്റർ, സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ മെയ്ഡ്, നമ്മൾ മാൻമെയ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററിനെ സെലക്ട് ചെയ്യാനാ പറഞ്ഞത്. എന്തായിരുന്നു ഇൻഡിക്കേറ്റേഴ്സ്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന സബ്സ്റ്റൻസിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം ചൈന റോസ് അല്ലെങ്കിൽ ഹിബിസ്കസ് എന്നൊക്കെ പറയുന്നത്, ടർമറിക് ഒക്കെ പറയുന്നത് എന്താണ്? നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഇവിടെ ചോദ്യത്തില് ഓപ്ഷൻ എ ടർമറിക് ഉണ്ട്, കാബേജ് ജ്യൂസ് ഉണ്ട്, മീതൈൽ ഓറഞ്ച് ഉണ്ട്, ലിറ്റ്മസ് സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാന്നാ ചോദിക്കുന്നത്? ഏതാ മക്കളെ? മീതൈൽ ഓറഞ്ച് ആണ് സിന്തറ്റിക് ഇൻഡിക്കേറ്റർ. ബാക്കി ഓപ്ഷൻ എ ടർമറിക്, കാബേജ്, ലിറ്റ്മസ് ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ആണ്. ഇനി ഈ സിന്തറ്റിക് ഇൻഡിക്കേറ്ററിൽ ഒരു എക്സാമ്പിളും കൂടെ പഠിക്കുക, ഫിനോഫ്തലിൻ. എന്താണ്? ഫിനോഫ്തലിനും കൂടെ എന്താണ്? ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. ഫിനോഫ്തലിൻ എന്ന് പറയുന്നതും ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്, ഓർത്ത് വെക്കുക. മീതൈൽ ഓറഞ്ചും സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബ്ലാക്ക് കോട്ടിംഗ് ഫോംഡ് ഓൺ സിൽവർ ജ്വല്ലറി. നമ്മൾ സിൽവർ ആഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ ഇടുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എയർ ആയിട്ട് കോണ്ടാക്ട്, ഒരു 2-3 ഇതൊക്കെ ഉപയോഗമൊക്കെ കഴിഞ്ഞാൽ അതിനൊരു ബ്ലാക്ക് കോട്ടിങ് വരും. ആ കോട്ടിങ് എന്താന്നാ ചോദിച്ചത്? അതെന്താന്ന് ചോദിച്ചാൽ സിൽവർ സൾഫൈഡ് ആണ്, Ag2S ആണ്. ബാക്കി ഇതൊരു വൈറ്റ് പൗഡർ ആണ്, Ag2 കാർബൺ, അതായത് സിൽവർ കാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പൗഡർ ആണ്. AgClM ഒരു വൈറ്റ് പൗഡർ ആണ്. AgNO3 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ്, ഒരു വെള്ളാണ് AgNO3. ബ്ലാക്ക് പൗഡർ, ബ്ലാക്ക് കളറിന്റെ കോസിങ് ആരാണ്? സിൽവർ സൾഫൈഡ് ആണ്, Ag2S ആണ്. ഓർത്ത് വെക്കണേ. 27ാമത്തെ ചോദ്യം, വിച്ച് സെൽ ഓർഗൻ ബ്രേക്ക് ഡൗൺസ് ആൻഡ് റീസൈക്കിൾ സെല്ലുലാർ കോമ്പണൻസ്? അതായത് താഴെ തന്നതില് ഏത് സെൽ ഓർഗൻ ആണ് നമ്മുടെ സെല്ലിലെ ചില വസ്തുക്കൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടും അതിനെ റീസൈക്കിൾ ചെയ്യുന്നതും? നമ്മളിപ്പോ കോർപ്പറേഷൻകാർ ചെയ്യുന്നില്ലേ, വേസ്റ്റ് എടുത്ത് കൊണ്ടുപോയി ചിലത് റീസൈക്കിൾ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സെല്ലിലെ ഏത് സെൽ ഓർഗനലാണ് എന്നാ ചോദിക്കുന്നത്. ഓപ്ഷൻ റൈബോസോം ആണോ, മൈറ്റോകോൺട്രിയ ആണോ, ലൈസോസോം ആണോ, ന്യൂക്ലിയസ് ആണോ? ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ലൈസോസോം ആണ്. ലൈസോസോമിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, സൂയിസൈഡൽ ബാഗ് എന്നും വിളിക്കും ലൈസോസോമിനെ. എന്താണ്? സൂയിസൈഡൽ, ആത്മഹത്യാ സഞ്ചി എന്ന് വിളിക്കുന്നത് ലൈസോസോം ആണ്. അങ്ങനെയാണെങ്കിൽ റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്? ബോഡിയില് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന ആളാണ് റൈബോസോം.
പ്രോട്ടീൻ മാംസ്യ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് റൈബോസോം. മൈറ്റോകോൺട്രിയ എന്ന് നമ്മൾ വിളിക്കുന്ന അതിന്റെ വേറൊരു പേരെന്നെ ഉണ്ട്, പവർ ഹൗസ് ഓഫ് ദ സെൽ. സെല്ലിന്റെ പവർ ഹൗസ്, എനർജി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് മൈറ്റോകോൺട്രിയ. പിന്നെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ സെന്റർ ആണ് ന്യൂക്ലിയസ്. ഇതിലാണ് DNA, ക്രോമോസോം, അങ്ങനെ നമ്മൾ പറയുന്ന ജെനറ്റിക് ഇൻഫർമേഷൻസ് മൊത്തം സ്റ്റോർ ചെയ്ത് വെക്കുന്ന കൺട്രോളിങ് യൂണിറ്റ് ആണ് ന്യൂക്ലിയസ്. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും റീസൈക്കിളും ചെയ്യുന്നത് ആരാണ്? ലൈസോസോം ആണ്. അടുത്തത് 28ാമത്തെ ചോദ്യമാണ്, എപ്പിലെപ്സി ഇസ് എ ഡിസോർഡർ ഓഫ് വിച്ച് ബോഡി പാർട്ട്? അപസ്മാരം ഏത് ബോഡി പാർട്ടിനാ എഫക്ട് ചെയ്യുന്നത്? ടീത്തിനാണോ? അല്ല. സ്കിന്നിനാണോ? സ്കിന്നിന് അപസ്മാരം എഫക്ട് ചെയ്യുന്നില്ല. മസിൽ കൺട്രാക്ഷൻ നടക്കുന്നുണ്ട് എന്നേ ഉള്ളൂ അല്ലെ, നമ്മളിങ്ങനെ കോച്ചുന്ന പോലെ ഉണ്ടാവും. പക്ഷെ അത് ന്യൂറോൺസിനാണ്. ബ്രെയിനില് നെർവ് സെൽസിൽ കൂടുതൽ എക്സസീവ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വരുമ്പോൾ വരുന്ന ഡിസോർഡർ ആണ് എന്ത്? എപ്പിലെപ്സി എന്നുള്ളത്. ഓർത്തു വെക്കണേ. 29ാമത്തെ ചോദ്യം, എക്സസീവ് ബ്ലീഡിംഗ് ഫ്രം വൂൺസ് occurs due to deficiency of. അതായത് ചോദ്യം ഇതാണ്, എക്സസീവ് ബ്ലീഡിങ്, നമ്മളെ മുറിവില് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരുന്ന അത് എന്തിന്റെ അപര്യാപ്തത മൂലമാണ്? എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്? ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ആണ്? വൈറ്റമിൻ ഇ ആണോ? വൈറ്റമിൻ എ ആണോ? വൈറ്റമിൻ B12 ആണോ? വൈറ്റമിൻ കെ ആണോ? ഏതിന്റെയാണ്? വൈറ്റമിൻ കെന്റെ ഡെഫിഷ്യൻസി ആണ്. പഠിക്കാൻ എങ്ങനെ ആലോചിക്കുക? ബ്ലഡ് കട്ട പിടിക്കാത്തത് എന്നാ ചോദിക്കുന്നത്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുക്കന്നല്ലേ. അപ്പൊ ബ്ലഡ് കട്ട പിടിക്കാത്തതിന്റെ മെയിൻ റീസൺ, നമ്മൾ കട്ട പിടിക്കാത്തത് ഇങ്ങനെയൊക്കെ എഴുതൂലേ, ബ്ലഡ് കട്ട പിടിക്കാത്തത്. അപ്പൊ കെ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. കെന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് ബ്ലഡ് കട്ട പിടിക്കാത്തത് എന്ന് എഴുതൂലേ, കട്ട പിടിക്കാത്തത്. അത് ഇംഗ്ലീഷിലോട്ട് എഴുതുമ്പോൾ കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും. അപ്പൊ അങ്ങനെ ആലോചിക്കുക, കെ ആണ്. വൈറ്റമിൻ കെന്റെ ഡെഫിഷ്യൻസി മൂലമാണ് എക്സസീവ് ബ്ലീഡിംഗ് വരുന്നത്. അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യമാണ്, വാട്ട് ഇസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഫോർ മോസ്റ്റ് എക്കോസിസ്റ്റം? എളുപ്പമുള്ള ചോദ്യമാണ്. പ്രൈമറി സോഴ്സ് ഓഫ് എനർജി, നമ്മളെ എക്കോസിസ്റ്റത്തിന്റെ പ്രൈമറി സോഴ്സ് ആരാണ്? സണ്ണാണ്, സൺലൈറ്റ് ആണ് അല്ലെ. നമ്മൾ സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയിൽ നിന്നാണ് ബാക്കി എല്ലാം കിട്ടുന്നത്. അപ്പൊ സൺലൈറ്റ് ആണ് പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. നെക്സ്റ്റ് ചോദ്യമാണ് 31ാമത്തേതാണ്, വിച്ച് ഓർഗൻ പ്യൂരിഫൈസ് ബ്ലഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത്, ഫിൽട്രേഷൻ ചെയ്യുന്നത് താഴെ പറഞ്ഞ ഏത് ഓർഗനാണ്? ഹാർട്ട് ആണോ? കിഡ്നി ആണോ? ലിവർ ആണോ? ലങ്സ് ആണോ? ഏതാണ്? ഹാർട്ട് പമ്പിംഗ് ആണ്, ബ്ലഡിന്റെ പമ്പിംഗ് ആണ് ചെയ്യുന്നത്. ലിവറില് ഡീടോക്സിഫിക്കേഷൻ, ടോക്സിൻസിനെ നിയന്ത്രിക്കുന്നുണ്ട്, ഒരളവിൽ മാത്രമേ ഉള്ളൂ. ചെറിയ തോതിൽ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ഇത് ദോഷമായിട്ടുള്ള സാധനത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ദോഷം ഇല്ലാണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല പ്യൂരിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കിഡ്നിയും ലങ്സും ആണ്. ലങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എയർ പ്യൂരിഫൈ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും പുറത്തോട്ട് വിടുന്നു, ഓക്സിജന് വരുന്നുണ്ട്, പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻ പ്യൂരിഫിക്കേഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കിഡ്നിയാണ്. എല്ലാത്തിനും അരിച്ചെടുത്ത് അരിപ്പ പോലെ ഫിൽട്രേഷൻ പോലെ ചെയ്യുന്നത് ആരാണ്? കിഡ്നിയാണ്. അപ്പൊ വിച്ച് ഓർഗൻ പ്യൂരിഫൈസ് ബ്ലഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ഓർഗൻ ഏതാണ്? കിഡ്നിയാണ്. അടുത്ത, the process of losing water through leaves is called. ഇലകളിലൂടെ വെള്ളം നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താന്നാ ചോദിക്കുന്നത്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഗ്യാസിന്റെ ട്രാൻസ്പോർട്ട് ആണ് അല്ലെ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് ആണ്. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നുള്ളത് ജെർമിനേഷൻ ആണ്. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജെർമിനേറ്റ് ചെയ്യുക. ഇവിടെ ഒരു വിത്ത് ജെർമിനേറ്റ് ചെയ്ത് മുളച്ച് വരുന്നതിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. അതും വാട്ടർ ലൂസിങ് അല്ല.
ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ചെടികളിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഫോട്ടോസിന്തസിസും അല്ല. പിന്നെ ഏതാ വരുന്നത്? ട്രാൻസ്പിറേഷൻ ആണ്. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളില് അല്ലെ, നമ്മുടെ ഇലയുണ്ടെങ്കിൽ ഈ ഇലയുടെ സ്റ്റൊമാറ്റയിലൂടെ വെള്ളം നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രോസസ് ഓഫ് ലൂസിങ് വാട്ടർ ത്രൂ ലീവ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ട്രാൻസ്പിറേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾ ദ ബാലൻസ് ഓഫ് ദ ബോഡി? നമ്മുടെ ബാലൻസ് അല്ലെ, ബാലൻസ് ചിലവർ അറിയും ബാലൻസ് തെറ്റി വീണു, ചെവിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും ബാലൻസിന് പ്രശ്നം വരും. പക്ഷെ ഇവിടെ ചോദിക്കുന്ന വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ബ്രെയിനിന്റെ ഏത് ഭാഗമാണ് ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് എന്നാ. ഓപ്ഷൻ എ സെറിബ്രം ആണോ, സെറിബെല്ലാണോ, പോൺസ് ആണോ, തലാമസ് ആണോ എന്നാ ചോദിക്കുന്നത്. സെറിബ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത, അങ്ങനത്തെ തോട്ട്, മെമ്മറി, ലേണിംഗ്, വോളണ്ടറി ആക്ഷൻസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു എനിക്ക് കൈ പൊക്കണം, അപ്പൊ എന്റെ സെറിബ്രാണ് പറയണത് കൈ പൊക്കിക്കോ, അപ്പൊ ഞാൻ കൈ പൊക്കും. വോളണ്ടറി ആക്ഷൻസ്, ഞാൻ പറയണത്, കാഴ്ച, അങ്ങനത്തെ എല്ലാം, ചിന്ത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്? സെറിബ്രാണ്. നമ്മളെ പോൺസ് എന്ന് പറഞ്ഞത് ബ്രെയിനിന്റെ ബ്രെയിൻ സ്റ്റെമ്മിനെ, ഇപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ കാണാം ബ്രെയിൻ സ്റ്റെം, ഇതാണ് ബ്രെയിൻ സ്റ്റെം. ഈ ബ്രെയിൻ സ്റ്റെം എന്താണ്? പോൺസ് ആണ്. ഇറ്റ് ഇസ് ദ പോൺസ് ഇസ് ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ സ്റ്റെം. പോൺസ് ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഒരു പാർട്ടാണ്. ഇത് മെയിൻ ആയിട്ട് എന്താണ്? നമ്മുടെ ബ്രീത്തിങ്, നമ്മൾ അറിയാത്ത, നമ്മളെ കൊണ്ട് ഇൻവോളണ്ടറി ആക്ഷൻസ് എന്നൊക്കെ പറയില്ലേ, നമ്മളെ കൊണ്ട് നിർത്താൻ സാധിക്കാത്ത കാര്യങ്ങൾ. ഇപ്പൊ ബ്രീത്തിങ് കുറച്ചു നേരം പിടിച്ചു വെക്കാം എന്ന് കരുതി അരമണിക്കൂർ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല അല്ലെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോൺസ് ആണ് നോക്കുന്നത്. തലാമസ് എന്ന് പറയുന്നത് റിലേ സ്റ്റേഷൻ ആണ് തലാമസ്. പിന്നെ നമ്മളെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നതും ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറിബെല്ലം ആണ്. അപ്പൊ അത് തെറ്റിക്കരുത്. ബ്രെയിൻ പാർട്ട് ഏത് പാർട്ടാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെറിബെല്ലം ആണ്. അടുത്തത് 34ാമത്തെ ചോദ്യമാണ്, വിച്ച് ഡിവൈസ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി? ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നത് താഴെ പറഞ്ഞതിൽ ഏതാന്നാ ചോദിക്കുന്നത്. ജനറേറ്റർ ആണോ, ബാറ്ററി ആണോ, മോട്ടർ ആണോ, ട്രാൻസ്ഫോമർ ആണോ? നമുക്കറിയാം ജനറേറ്റർ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? കറണ്ട് പോയി കഴിഞ്ഞാല് അത് ജനറേറ്റർ പ്രവർത്തിച്ചിട്ട് അല്ലെ, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രവർത്തനം നടക്കും. ആ പ്രവർത്തനത്തിനെയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. എന്നിട്ട് അത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുക ചെയ്യുന്നത്. ചോദ്യം എന്താണ്? ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യാണ്. ജനറേറ്റർ കറണ്ട് ഫൈനൽ എന്താ? ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിൽ പ്രവർത്തനങ്ങൾ നടന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കും. ബാറ്ററി എന്താ? ബാറ്ററിന്റെ ഉള്ളിൽ കെമിക്കൽസ് ഉണ്ട്. അപ്പൊ കെമിക്കൽസിന്റെ ഹെൽപ്പോട് കൂടി, കെമിക്കൽ എനർജീന്റെ ഹെൽപ്പോട് കൂടിയാണ് അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ എന്താ? നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ, വോൾട്ടേജിന്റെ അളവ് കുറയ്ക്കാനും കൂട്ടാനും, വോൾട്ടേജ് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾ, അതിനു വേണ്ടി അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആളാണ് ട്രാൻസ്ഫോമർ. പിന്നെ ഉള്ളത് മോട്ടറാണ്. നമുക്കറിയാം ഫ്രിഡ്ജിലാണെങ്കിലും മിക്സിയിലാണെങ്കിലും ഫാനിലാണെങ്കിലും മോട്ടർ ഉണ്ട് അല്ലെ. ഈ മോട്ടർ എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ? എന്തെങ്കിലും ഇലക്ട്രിസിറ്റി കൊടുക്കണ്ടേ, കറണ്ട് കൊടുക്കണം അല്ലെ. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തനം നടക്കുന്നു. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് പ്രവർത്തനം നടക്കുന്നു. ഫാന് കറങ്ങുന്നു, അതൊരു പ്രവർത്തനം, മെക്കാനിക്കൽ എനർജിയാണ് അല്ലെ. മിക്സി കറങ്ങുന്നു, അതൊരു മെക്കാനിക്കൽ എനർജിയാ. അത് വെറുതെ കറങ്ങൂ? ഇല്ല. നമ്മൾ എന്ത് കൊടുക്കണം? മോട്ടറിൽ ഇലക്ട്രിക് എനർജി കൊടുക്കണം. അപ്പൊ ഇലക്ട്രിക് എനർജി കൊടുത്തിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ മോട്ടറാണ് എന്ത്? ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് മെക്കാനിക്കൽ എനർജിയെ മാറുന്നത്. ഇങ്ങനെ എനർജി കൺവേർഷൻ ഉണ്ടാവും. ലൗഡ് സ്പീക്കറിന്റെ ഒക്കെ ഉണ്ടാവും, മൈക്രോഫോണിന്റെ, ലൗഡ് സ്പീക്കറിന്റെ, ഡൈനാമോ, ബാറ്ററി. അപ്പൊ അങ്ങനത്തെ എനർജി കൺവേർഷനും കൂടെ പഠിക്കുക കേട്ടോ. ഈ സെറ്റില് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 35. സയൻസിൽ 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മെറ്റൽ ഇസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ? റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ട് കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? അയേൺ ആണോ, കോപ്പർ ആണോ, മെർക്കുറി ആണോ, അലൂമിനിയം ആണോ? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അയേൺ കാണുമ്പോൾ നമുക്കറിയാം ലിക്വിഡ് അല്ല.
കോപ്പർ ലിക്വിഡ് അല്ല, അലൂമിനിയം ലിക്വിഡ് അല്ല, പിന്നെ ഏതേ ഉള്ളൂ? നമ്മുടെ മെർക്കുറി മാത്രമേ ഉള്ളൂ. അത് റൂം ടെമ്പറേച്ചറിൽ എന്താണ്? ലിക്വിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇതില് മെറ്റൽസില് ലിക്വിഡ് ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ലിക്വിഡ് മെറ്റൽ എന്ന് പറഞ്ഞാണ് മെർക്കുറി. ഇനി മറ്റൊന്നുണ്ട്, നമുക്ക് ഗാലിയത്തിനൊക്കെ പ്രത്യേകത ഉണ്ട്, ഗാലിയം സീഷ്യത്തിനൊക്കെ പ്രത്യേകത ഉണ്ട്. ട്രാൻസിഷൻ മെറ്റൽ ആണ്. കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഉരുക്കി പോകുന്നതാണ് ഗാലിയം. അപ്പൊ അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് വരുന്നതുണ്ട്. മെറ്റൽസിന് പ്രോപ്പർട്ടീസ് ഉണ്ട്, നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ പഠിക്കുക. 35 ക്വസ്റ്റ്യനും കൃത്യമായി പഠിക്കുക. അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഹായ് എവരിവൺ. ക്വസ്റ്റ്യൻ പേപ്പർ 5, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 5-ലെ മാത്സ് പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 36 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 36. The ratio of two numbers is 3:5. If the sum of the numbers is 64, find the numbers. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ വന്നിട്ട് 3:5. ഇതില് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ നമ്പേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ. 3:5 എന്നാണ് റേഷ്യോ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ തരികയാണെന്നുണ്ടെങ്കിൽ ഈ 3-ന് നമ്മൾ 3x എന്ന് എഴുതണം, 5-ന് നമ്മൾ 5x എന്ന് എഴുതണം. ഓക്കെ, അതിനുശേഷം രണ്ട് നമ്പേഴ്സിന്റെ സം വന്നിട്ട് എത്രയാണ്? 64. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 3x പ്ലസ് 5x രണ്ട് നമ്പേഴ്സിൽ റേഷ്യോ വന്നിട്ട് 3:5. അപ്പൊ ഒരു നമ്പർ എന്തായിരിക്കും? 3x ആയിരിക്കും. അടുത്ത നമ്പർ എന്തായിരിക്കും? 5x ആയിരിക്കും. അതിന് x നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ രണ്ടും കൂടെ സമ്മ തന്നിട്ട് എത്രയാണ്? 64. അപ്പൊ 3x പ്ലസ് 5x ഈക്വൽ ടു 64. 3 5 8 8x ഈക്വൽ ടു 64. x ഈക്വൽ ടു 64/8. 8 ആൻസർ വരിക. ഓക്കെ, എക്സിന്റെ വാല്യൂ 8. എക്സിന്റെ വാല്യൂ 8 ഫസ്റ്റ് നമ്പർ 3x എന്തായിരിക്കും? 3 × 8 അല്ലെ? 3 × 8 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 24. ഇനി രണ്ടാമത്തെ നമ്പർ എക്സ് 8 കിട്ടിയിട്ടുണ്ട്. 5 × x എത്രയായിരിക്കും? 40. എത്രയായിരിക്കും? 40. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 24 40. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 37 കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 37. If 320 is 80% of a number, find the number. 320 ഏതൊരു നമ്പറിന്റെ 80% അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്ര എന്നുള്ളതാണ് ചോദ്യം. പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഒരു സംഖ്യ ഉണ്ടാവും ക്വസ്റ്റ്യൻ അല്ലെ. ഇതിൽ തന്നിരിക്കുന്ന സംഖ്യ എത്രയാണ്? 320. ഇത് എത്ര ശതമാനമാണെന്നുള്ളത് അറിയണം. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ട് 320 80% എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? 320 80% എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ 320 ഡിവൈഡഡ് ബൈ 80 ചെയ്യും. ആക്ച്വലി നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1% കിട്ടുന്നത്. 1%, ആ ഒരു നമ്പറിന്റെ 1% എത്ര എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ എന്താ കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ നമ്പർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ മെയിൻ നമ്പർ കണ്ടുപിടിക്കണം. നമുക്കറിയാം മെയിൻ നമ്പർ 100% ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 100. പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഒരു സംഖ്യ ഉണ്ടാവും. ആ സംഖ്യ എത്ര ശതമാനമാണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ ക്വസ്റ്റ്യൻ നേരിട്ട് തന്നെ തന്നിട്ട് 320 ഈസ് 80% എന്ന് പറയുന്നുണ്ട്. 320 80% പറയുന്നുണ്ട്. നമ്മൾ 320 ആ നമ്പർ ഡിവൈഡ് ബൈ അതിന്റെ ശതമാനം ചെയ്താൽ നമുക്ക് ആ ഒരു 1% കിട്ടും. 1% എത്ര എന്നുള്ള സംഖ്യ കിട്ടും. ഓക്കെ, പിന്നെ എത്രയാണോ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പൊ 50% കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇൻറ്റു 50 ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഫൈൻഡ് ദ നമ്പർ എന്നാണ് പറയുന്നത്. ഫൈൻഡ് ദ നമ്പർ എന്ന് പറഞ്ഞാൽ മെയിൻ നമ്പർ ആണ് പറയുന്നത്. അപ്പൊ അത് 100%. അപ്പൊ ഇൻറ്റു 100. ഓക്കെ, നമുക്ക് നോക്കാം. 0 0 പോയി. 8 32 4 തവണ പോകും. 4 × 100 400 ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മെഷീൻ പ്രൊഡ്യൂസസ് 240 ഐറ്റംസ് ഇൻ 6 hours. 240 ഐറ്റംസ് 6 മണിക്കൂർ കൊണ്ട് ഒരു മെഷീൻ ഉണ്ടാക്കുന്നു. ഹൗ മെനി ഐറ്റംസ് വിൽ ഇറ്റ് പ്രൊഡ്യൂസ് ഇൻ 10 hours? 10 മണിക്കൂറിൽ എത്ര ഉണ്ടാക്കും എന്നാണ് ചോദ്യം. നമുക്ക് 1 മണിക്കൂറിൽ എത്ര ഉണ്ടാക്കും എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കൂറിൽ എത്ര ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? 240 ഐറ്റം എത്ര മണിക്കൂർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്? 6 മണിക്കൂർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ 1 മണിക്കൂറിൽ എത്ര ഐറ്റം ആയിരിക്കും ഉണ്ടാക്കുക? 240/6. 6 24 4 തവണ പോകും. എത്രയാണ്? 40 ആയിരിക്കും വരിക അല്ലെ. 0 ഉണ്ട്. അപ്പോൾ 40 എണ്ണമാണ് 1 മണിക്കൂറിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10 മണിക്കൂറിൽ എത്ര ആയിരിക്കും? ഇൻറ്റു 10 ചെയ്താൽ പോരെ? എത്ര ആയിരിക്കും? 400. ഓപ്ഷൻ എ ആണ് ഉത്തരം.
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം നോക്കുക. പിന്നെ എന്ത് ചെയ്താൽ മതി, പിന്നെ എത്ര മണിക്കൂറിനാണ് കണ്ടുപിടിക്കുന്നത്, ഇവിടെ 10 മണിക്കൂറിനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഇൻറ്റു 10. ഓക്കെ, അപ്പൊ 400 ഉത്തരം. 39ാമത്തെ ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ബൈസ് 5 ഷർട്ട്സ് അറ്റ് ₹200 ഈച്ച് ആൻഡ് സെൽസ് ദം അറ്റ് ₹250 ഈച്ച്. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്? 5 ഷർട്ട് വാങ്ങുന്നു, ഓരോന്നിനും വില എത്രയാണ്? 200. അപ്പോ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 5 എണ്ണത്തിന് എത്രയായിരിക്കും? ഇത് ഒന്നിന്റെ വിലയാണ് 200 പറയുന്നത്, 5 എണ്ണത്തിന് എത്രയായിരിക്കും? 200 × 5 അല്ലെ, 200 × 5 1000 രൂപയാണ്. ഇനി വിറ്റ വില തന്നിട്ട് സെയിൽസ് ദം അറ്റ് 250 ഈച്ച്, ഓരോന്നിനും 250 രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 250 × 5 1250. അപ്പൊ ലാഭം എത്രയാണ്? 1000 രൂപയാണ് 5 ഷർട്ടിനാവുന്നത്. വിൽക്കുമ്പോഴും 1250 രൂപയ്ക്കാണ് വിൽക്കുന്നത് 5 ഷർട്ട്. അങ്ങനെ ലാഭം എത്രയായിരിക്കും? 250 രൂപ. ഓപ്ഷൻ എ ആണ്, സോറി ഓപ്ഷൻ ബി ആണ് ആൻസർ, 250. ഇനിയിപ്പോ ഇതിന്റെ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? പ്രോഫിറ്റിന്റെ പെർസെന്റേജ് കാണാൻ നമുക്ക് അറിയാം, ഫോർമുല എന്താണ്? പെർസെന്റേജ് പ്രോഫിറ്റ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്യണമായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ. ഓക്കെ, പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? 250 രൂപയാണ് അല്ലെ. സോ 250 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് 1000 ഇൻറ്റു 100. ഇത് ചെയ്യണമായിരുന്നു കേട്ടോ. 25% നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരിക. പെർസെന്റേജിൽ പ്രോഫിറ്റ് കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ കാണാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 40. The ratio of the ages of A and B is 4:5. എന്റെയും ബിന്റെയും ഏജിന്റെ റേഷ്യോ എത്രയാണ്? 4:5. ഓക്കെ, അപ്പൊ എന്റെയും ബിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 4:5. ഇഫ് എസ് ഏജ് 16 ഇയേഴ്സ്, എന്റെ ഏജ് എത്രയാണ്? 16 ആണെങ്കിൽ ബിന്റെ ഏജ് എത്ര എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് റേഷ്യോ വരുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, എന്റെ ഏജ് 4x ബിന്റെ ഏജ് 5x ആയിട്ട് കണക്കാക്കുക. അതിൽ ആരുടെ ഏജ് തന്നിട്ടുണ്ട്? എയുടെ ഏജ് തന്നിട്ടുണ്ട് 16. ഓക്കെ, അതായത് എയുടെ ഈ 4x ആണ് എന്താ? 16. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് 16/4, 4 താഴോട്ട് വരും, എക്സ് എത്രയായിരിക്കും? 4 ആയിരിക്കും വരിക. എക്സ് 4 ആണെങ്കിൽ ബിന്റെ വാല്യൂ എത്രയായിരിക്കും? ബി 5x ആണ് അല്ലെ. എന്താണ്? 5 × എക്സിന്റെ അവിടെ 4 കൊടുക്കുക, എത്രയായിരിക്കും? 20. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പൊ റേഷ്യോയുടെ കണക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, 4:5 ആണ് അവിടെ എന്റെയും ബിന്റെയും ഏജിന്റെ റേഷ്യോ പറയുന്നത്. എക്ക് 4x കൊടുക്കുക, ബിക്ക് 5x കൊടുക്കുക. എന്നിട്ട് എക്സ് കണ്ടുപിടിക്കാനുള്ളത് എന്തെങ്കിലും അവർ തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? എയുടെ ഏജ് തന്നിട്ടുണ്ട് 16 എന്നുള്ളത്, അതായത് 4x നമ്മൾ കൊടുത്തു. 4:5 4x 5x കൊടുത്തു, അല്ലെങ്കിൽ 4x എന്റെ ഏജ് തന്നിട്ട് എത്ര? 16. എന്നിട്ട് അത് നമ്മൾ എക്സ് കണ്ടുപിടിച്ചു അല്ലെ. എക്സ് ഈക്വൽ എത്രയാണ്? 4 കിട്ടി. എക്സ് 4 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി നമുക്ക് ബിയുടെ ഏജും കണ്ടുപിടിക്കാൻ പറ്റും. ബിയുടെ ഏജ് എത്രയാണ്? 5x ആണ്, അത് 5 × 4 20. ഓപ്ഷൻ എ ആണ് ആൻസർ. 41ാമത്തെ ക്വസ്റ്റ്യൻ. The price of a television decreases from 40,000 to 32,000. Find the percentage decrease. ഓക്കെ, എവിടെ നിന്നാ കുറയുന്നത്? 40,000 നിന്ന് ഒരു ടിവിയുടെ വില, ടെലിവിഷന്റെ വില 40,000 നിന്നും എവിടേക്ക് താഴേക്ക് പോകുന്നു? 32,000 കുറയുന്നു. അപ്പൊ എത്രയാ കുറയുന്നത്? 8,000 രൂപയാണ് കുറയുന്നത്. ഓക്കെ, എത്രയാ കുറയുന്നത്? 8,000 രൂപയാണ് കുറയുന്നത്. എത്ര ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എത്ര കുറയുന്നു? 8,000. എവിടെ നിന്ന് കുറയുന്നു? 40,000 നിന്നും. അപ്പൊ 8,000 40,000 എത്ര ശതമാനമാണ് എന്നുള്ളത് കണ്ടാൽ മതി. ഓക്കെ, 40,000 നിന്ന് കുറഞ്ഞ് എവിടെ എത്തി? 32,000 എത്തി. അപ്പൊ എത്രയാ കുറയുന്നുള്ളത് ആദ്യം നോക്കുക. എത്രയാ കുറയുന്നത്? 8,000 ആണ് കുറയുന്നത് അല്ലെ. എവിടെന്നാ കുറയുന്നത്? 40,000 നിന്നുമാണ് കുറയുന്നത്. അപ്പൊ ഈ 8,000 40,000 എത്ര ശതമാനമാണ് എന്ന് കണ്ടാൽ മതി. എന്ത് ചെയ്യണം? 8,000 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ എ ബിയുടെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A/B × 100 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെയോ 8,000 40,000 എത്ര ശതമാനമാണെന്ന് കാണണം. എന്ത് ചെയ്യണം? 8,000 ഡിവൈഡഡ് ബൈ 40,000 × 100 × 100. 0 കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് 0 കട്ട് ചെയ്യാം. 80/4. ഓക്കെ, 80 നമുക്കറിയാം 8 4 8ൽ 2 തവണ ഒരു 0 ഇവിടെ ബാക്കിയുണ്ട്. എന്തായിരിക്കും? 20. എത്രയായിരിക്കും? 20. സോ 20% ആണ് കുറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 2025? 2025ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് എന്നാണ് ചോദ്യം. നമുക്ക് 40ന്റെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 40 × 40.
അവസാനം 0 0 അവസാനം 0 ആയിരിക്കും. അപ്പൊ ഇത് ഒരിക്കലും ഉത്തരമാവില്ല. ഇനി അടുത്തത് 50ന്റെ സ്ക്വയർ ആണെങ്കിലും എന്താണ് അവസാനം 0 0 × 0 അവസാനം 0 ആയിരിക്കും. അപ്പൊ ഇതും ആയിരിക്കില്ല. അപ്പൊ 5 × 5 55 ആണെങ്കിൽ അവസാനം എന്താണ് 5 ആണ്. 45ന്റെ അവസാനം എന്താണ് 5 ആണ്. അപ്പൊ നമുക്ക് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് അവസാനം എന്തായാലും 5 വരും. ഒന്നില്ലെങ്കിൽ ഉത്തരം 45 ആയിരിക്കാം, അല്ലെങ്കിൽ ഉത്തരം 55 ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്നും ആയിരിക്കും ഉത്തരം. അപ്പൊ നമുക്ക് നോക്കാം 50ന്റെ സ്ക്വയർ എത്രയാ? 50 × 50 ചെയ്യുന്ന സമയത്ത് 5 × 5 ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എന്താണ് 25 വരും അല്ലെ? പിന്നെ 2 0 2500 ആണ് വരുന്നത്. 2500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ന്റെ സ്ക്വയർ 2500 ആണ്. അപ്പൊ 55 എന്തായാലും അതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ 55 ആയിരിക്കില്ല ഉത്തരം. കാരണം ഇത് അതിനേക്കാളും കുറഞ്ഞ സംഖ്യയാണ്. സോ ഉത്തരം ഏതായിരിക്കും? 45 ആയിരിക്കും ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The angles of a triangle are in the ratio 1:2:3. What is the measure of the largest angle? ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് 3 തന്നിട്ടുള്ള റേഷ്യോ 1:2:3 എന്ന്. നമുക്ക് ഒരു റെക്ടാങ്കിൾ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റേഷ്യോ എന്ന് പറയുന്നത് 1:2:3 എന്നാണ്. അപ്പൊ ഇതിന് നമ്മൾ റേഷ്യോ വരുമ്പോൾ എന്തായിരിക്കും? ഇത് 1x ആണ്, ഇത് 2x ആണ്, ഇത് 3x ആണ്. 3 ആംഗിൾ നമുക്ക് ഇതിന് 1x എന്ന് കൊടുക്കാം, ഇതിന് 2x എന്ന് കൊടുക്കാം, ഇതിന് 3x എന്ന് കൊടുക്കാം. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എല്ലാ ആംഗിളും കൂടി കൂട്ടി എത്ര വരണം? 180 ഡിഗ്രി വരണം അല്ലെ? അതായത് 1x + 2x + 3x ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരണം? 180 ഡിഗ്രി വരണം. അതായത് എല്ലാം കൂടി കൂട്ടുമ്പോൾ 6x വരും. 6x = 180 ഡിഗ്രി. x = എത്രയായിരിക്കും? 180/6. 6 പോയിന്റിൽ 3 തവണ പോകും, 30 ഡിഗ്രി. എത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പൊ റേഷ്യോയുടെ കണക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ എക്സ് കൊടുക്കണം. എല്ലാത്തിനും എക്സ് കൊടുത്തിട്ട് അതിന്റെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ 3 ആംഗിൾസിന്റെ റേഷ്യോ എന്നുണ്ട് 1x 2x 3x എന്നാക്കി നമ്മൾ 1:2:3നെ 1x 2x 3x കൂട്ടി. പിന്നെ ട്രയാങ്കിളുടെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ ആംഗിൾസും കൂടി കൂട്ടി എത്ര വരണം? 180 ഡിഗ്രി വരണം. അപ്പൊ എല്ലാം കൂടി കൂട്ടുമ്പോൾ 6x വരും. 6x = 180. അതിന് എക്സ് കണ്ടുപിടിച്ചു. എക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എക്സ് 30 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 1x എന്ന് പറഞ്ഞ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. 2x ആണെങ്കിൽ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. 3x ആണെങ്കിൽ 3 × 30 എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ചോദ്യം എന്താണ്? ഏറ്റവും വലിയ ആംഗിളിന്റെ വാല്യൂ എത്രയാണ്? 3xന്റെ വാല്യൂ എത്രയാണ്? എത്രയായിരിക്കും? 90 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The volume of a cube is 512 centimeter cube. What's the length of its side? ഒരു ക്യൂബിന്റെ വോള്യം എ ക്യൂബ് ആണ്. എല്ലാ സൈഡും എ ആണ് എന്നുണ്ടെങ്കിൽ എന്താ? നമുക്ക് വോള്യം എ ക്യൂബ് ആണ്. ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ 6a² ആണ്. 6 ഫേസ് ഉണ്ട്. ഒരു ഫേസിന്റെ ഏരിയ എന്താണ്? a² ആയിരിക്കും. അപ്പോൾ 6 ഫേസ് ആണെങ്കിൽ 6a² ആയിരിക്കും. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കാം. പിന്നെ ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്, ചുറ്റുപാടുള്ള ഏരിയ, അത് എത്രയാണ്? 4a². ഈ ഫോർമുലാസ് ആണ് നമ്മൾ പഠിക്കേണ്ട ക്യൂബിന്റെ കാര്യത്തിൽ. ഇവിടെ വോള്യം തന്നിട്ടുണ്ട് എത്ര? 512. അതായത് വോള്യത്തിന്റെ ഫോർമുല എന്താണ്? എ ക്യൂബ് ആണ്. എ ക്യൂബ് ആണ് തന്നിട്ടുള്ളത് എത്രയാ? 512. എ ക്യൂബ് = 512. അതില് എ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ 512ന്റെ ക്യൂബ് റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. 512 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 256. 2 കൂടെ ചെയ്യുമ്പോൾ 128. 2 ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 64. 2 കൊണ്ട് ചെയ്യുമ്പോൾ 32. 2 16. 4 2 1. ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ 3 3 ആയിട്ട് എടുക്കുക. 3 3 സെറ്റാക്കി എടുത്തു. 3 3 സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ഒരു സെറ്റിന് 2, ഇവിടെ നിന്ന് 2, ഇവിടെ നിന്ന് 2. 2 × 2 × 2 എത്രയായിരിക്കും? 8 ആണ് 512ന്റെ ക്യൂബ് റൂട്ട്. അത് 8 × 8 × 8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 512 കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൽ ക്യൂബിന്റെ വോള്യം തന്നിട്ടുണ്ട്. ക്യൂബിന്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്യൂബിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ 3 ഫോർമുലാസ് പഠിക്കണം. RMGDക്ക് മെയിൻ ആയിട്ട് ഒന്ന് വോള്യം എ ക്യൂബ് ആണ്. ടോട്ടൽ സർഫസ് ഏരിയ 6a² ആണ്. അതേപോലെ തന്നെ എന്താ? ചുറ്റുപാടുള്ള ഏരിയ ലാറ്ററൽ സർഫസ് ഏരിയ 4a² ആണ്. അതിലിപ്പോ വോള്യം തന്നിട്ട് എ ക്യൂബ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എ ക്യൂബ് 512 എന്ന് കൊടുത്തു. എന്നിട്ട് അതിന് എ കണ്ടുപിടിച്ചു, ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചു. കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 45-ാമത്തെ. ഇഫ് A is to B = 2:3, B is to C = 4:5, 4:5, find A is to C. A is to C ആണ് കണ്ടുപിടിക്കേണ്ടത്.
ഇതില് A:B തന്നിട്ടുണ്ട് എത്രയാണ്? 2:3. പിന്നെ B:C തന്നിട്ടുണ്ട് എത്രയാണ്? 4:5. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A:C, എയും സിയും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിന്റെ ഇവിടത്തെ വാല്യൂ 3 ബിന്റെ ഇവിടത്തെ വാല്യൂ 4 അങ്ങനെ ആവാൻ പാടില്ല. രണ്ടവിടെയും ബിന്റെ വാല്യൂ സെയിം ആവണം. രണ്ടവിടെയും ബിന്റെ വാല്യൂ സെയിം ആവണം എന്നുണ്ടെങ്കിൽ ബിന്റെ ഇവിടത്തെ വാല്യൂ, ഈ ബിന്റെ ഇവിടത്തെ വാല്യൂ 4 ഇതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കൊണ്ട് ഈ ഇവിടത്തെ 2നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്യണം. 3നെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ. ബിന്റെ ഇവിടുത്തെ വാല്യൂ കൊണ്ട് ഇവിടുത്തെ A:B രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടത്തെ ബിന്റെ വാല്യൂ കൊണ്ട് ഇത് രണ്ടെണ്ണത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരും നോക്കട്ടെ. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് എന്താവും? 4 × 2 8 ആവും. 8:4 × 3 എത്രയാ? 12. ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 3 × 4 12, 3 × 5 15. നോക്കൂ, ഇതാണ് പുതിയ A:B, ഇത് B:C. രണ്ടവിടെയും ബിന്റെ വാല്യൂ സെയിം ആയി അല്ലെ? രണ്ടവിടെയും ബിന്റെ വാല്യൂ സെയിം ആക്കി കഴിഞ്ഞാൽ എന്റെ വാല്യൂ 8ഉം സിന്റെ വാല്യൂ 15ഉം ആയിരിക്കും. സോ A:C എന്തായിരിക്കും? 8:15. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ 46 ബോഡ് മാസ് റൂൾ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. 9 + 3 ഉള്ളിൽ ബ്രാക്കറ്റ് ഉണ്ട്, മൈനസ് ഒരു ബ്രാക്കറ്റ് കൂടിയുണ്ട്. ഇതിലാദ്യം ഏറ്റവും ഉള്ളിലത്തെ ബ്രാക്കറ്റ് ചെയ്യണം കേട്ടോ. ഡിവിഷൻ ആണ്. എന്താണ്? 6 ഡിവൈഡഡ് ബൈ 3. അപ്പൊ എന്തായിരിക്കും? 9 + 3 × 8 - 2 എന്ന് വരും അല്ലെ? 8 - 2. ഇനി ഈ ബ്രാക്കറ്റ് ചെയ്യണം. 8 - 2 എത്രയാണ്? 6 വരെ. 9 + 3 × 6. ഇനി 9 + 3 × 6. ഇതില് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെ? ബോർഡ് മാസ് റൂളിൽ ആദ്യം ആദ്യം ബ്രാക്കറ്റ് അല്ലെ? ബ്രാക്കറ്റ് ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരിക. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് തീർക്കണം. പിന്നെ ഓഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ. അപ്പൊ 3 × 6 എത്രയാണ്? 18 ആണ്. 18 + 9 എത്രയാണ്? 27 കേട്ടോ. നമുക്ക് നോക്കാം. 9 + ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 9 + 18 എത്രയായിരിക്കും? 27 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The sum of all prime numbers between 20 and 30. 20ഉം 30ന്റെയും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സിന്റെ സം എത്രയാന്നുള്ള ചോദ്യം. നമുക്ക് നോക്കാം ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ഉള്ളത്. 21 പ്രൈം നമ്പർ അല്ല, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 22 ഈവൺ നമ്പർ ആണ്, ഈവൺ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്തായാലും. പിന്നുള്ളത് ഏതാ? 23 ഉണ്ട് അല്ലെ? 24 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25 5 കൊണ്ട് ചെയ്യാം. 26 ഈവൺ നമ്പർ ആണ്. 27 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 29 ഉണ്ട്. 29നെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്താ നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള 20ന്റെയും 30ന്റെയും ഇടയിൽ. രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കൂ. 9 3 12, ബാലൻസ് 1 5. എത്രയായിരിക്കും? 32. അപ്പൊ നിങ്ങൾ ഈ മറ്റേ പ്രൈം നമ്പേഴ്സ് എടുക്കുമ്പോൾ എല്ലാ ഈവൺ നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ഏത് ഈവൺ നമ്പറും പ്രൈം നമ്പർ അല്ല, അത് ഒഴിവാക്കുക. ബാക്കി നമ്പേഴ്സ് നമുക്ക് അറിയാം. 21 ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആലോചിക്കാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 23 ആണെങ്കിൽ അത് പ്രൈം നമ്പർ ആണ്, അത് ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ അടുത്ത് 25 ആണെങ്കിൽ 25 എന്താ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27ന് അതേപോലെ 9 കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് 29 ആണ്. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സ് കൂടി കൂട്ടി എത്ര കിട്ടി? 52 ആണ് ആൻസർ. ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് 32 സെന്റിമീറ്റർ. ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. എന്താ പെരിമീറ്റർ? പെരിമീറ്റർ എന്ന ചുറ്റളവ് കേട്ടോ. എല്ലാ സൈഡും സെയിം ആണ് സ്ക്വയറിന്. അപ്പൊ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 4a വരും. ഇതാണ് നമ്മുടെ പെരിമീറ്റർ. ഇത് തന്നിട്ടുണ്ട് എത്രയാ? 32. എത്രയാണ്? 32. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്രയായിരിക്കും? 32/4. 8 ആയിരിക്കും ഒരു സൈഡ് കേട്ടോ. അപ്പൊ പെരിമീറ്റർ ചുറ്റളവാണ്. ചുറ്റളവ് തന്നിട്ടുണ്ട്. a + a + a + a. ഇത് 4a ആവുമ്പോഴാണ്. 4a എത്രയാണ്? 32 ആണ്. അതിന് ഒരു സൈഡ് കണ്ടുപിടിക്കുക. എത്രയാണ്? 8 സെന്റിമീറ്റർ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയണം. ഇത് പെരിമീറ്ററിന്റെ ഫോർമുലയാണ്. എന്താ? സ്ക്വയറിന്റെ പെരിമീറ്ററിന്റെ ഫോർമുലയാണ് 4a. അതേപോലെ ഏരിയയുടെ ഫോർമുല a² ആണ്. അതുപോലെ തന്നെ എന്താ വേറെ ഒന്നുകൂടെ അറിഞ്ഞിരിക്കണം. സ്ക്വയറിന്റെ ഡയഗണൽ, ഈ ലെങ്ത്തിന്റെ ഡയഗണലിന്റെ ലെങ്ത്
2 into a. √2 into a. ഈ മൂന്നെണ്ണമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഏതാ സ്ക്വയറിന്റെ കാര്യത്തിൽ. പെരിമീറ്റർ എന്നുണ്ട് ഇത്ര 32, അതായത് 4a ആണ് ഇത്ര 32. അതിന് a കണ്ടുപിടിച്ചു, ഒരു സൈഡ് കണ്ടുപിടിച്ചു 8. ഇനി ഏരിയ ചെയ്യാൻ എന്ത് ചെയ്യണം? ഏരിയന്റെ ഫോമിൽ തന്നെ a സ്ക്വയർ ആണ്, അത് 8a സ്ക്വയർ എത്ര ആയിരിക്കും? 64 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. പെരിമീറ്റർ ആവുന്നു, പെരിമീറ്റർ നമ്മൾ എന്ത് ചെയ്തു? ഒരു സൈഡ് കണ്ടുപിടിച്ചു, എന്നിട്ട് അതായത് a കണ്ടുപിടിച്ചു, അതിനുശേഷം ഏരിയ കണ്ടുപിടിച്ചു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 49. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹6,000 at 4% per annum for 2 years. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല നമുക്ക് അറിഞ്ഞിരിക്കണം. PR/T/100. അതിൽ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്രയാണോ കടം എടുക്കുന്ന മെയിൻ എമൗണ്ട് ആണ് എത്ര? പി. അതാണ് ഈ 6,000. അതുപോലെ തന്നെ എത്ര ശതമാനമാണ് പലിശ എന്നുള്ളതാണ് എന്ത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4%. അതുപോലെ എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്ക്. അതാണ് നമ്മുടെ ടി. ഓക്കെ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6,000 into 4 into 2/100. 0 കട്ട് ചെയ്ത് കളഞ്ഞു. 6 into 4 24. 24 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 into 4 അപ്പം എന്തായിരിക്കും? 240. 240 into 2 480 ആയിരിക്കും ആൻസർ കേട്ടോ. ഇതാണ് 2 വർഷത്തേക്കുള്ള ബഡ്ജറ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിൽ പിയും ആറും ടിയും അവർ തന്നത്. പി പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, നമ്മുടെ മുതൽ കേട്ടോ. ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബാങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ്, അതുപോലെ കടം എടുക്കുകയാണെങ്കിൽ ഇത്ര അതിനും ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കാം അല്ല. അതായത് ഒന്നില്ലെങ്കിൽ നമ്മൾ കടം വാങ്ങുന്ന മെയിൻ എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെയിൻ എമൗണ്ട് ആണ് പി, പ്രിൻസിപ്പൽ എമൗണ്ട്. പലിശയുടെ ശതമാനമാണ് ആറ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര വർഷത്തേക്കാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്ര തവണയാണ് ഇതിന്റെ പലിശ കണക്കാക്കുന്നത് എന്നുള്ളതാണ് എന്താ? ടി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A student scores 90 marks in an exam, which is 75% of the total mark. Find the total mark. ഒരു സ്റ്റുഡന്റ് 90 മാർക്ക് സ്കോർ ചെയ്യുന്നു, വിച്ച് ഈസ് 75%. അതായത് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 90 മാർക്സ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 75% ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ മാർക്സ്. ടോട്ടൽ മാർക്സ് നമുക്കറിയാം എത്രയായിരിക്കും? 100%. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 100% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന 90 മാർക്ക് എത്ര ശതമാനമാണ്? 75%. ഒരു സംഖ്യ എത്ര ശതമാനമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ര നമ്മൾ എന്ത് ചെയ്യണം? 90 ആ സംഖ്യ ഡിവൈഡ് ബൈ അതിന്റെ ശതമാനം ചെയ്യുക. ഈ എത്ര ശതമാനമാണോ കണ്ടുപിടിക്കേണ്ടത് അത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എത്ര ശതമാനം കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ മാർക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്രയാണ്? 100 ആണ്. 100% അല്ലെ. നമ്മളത് ഇൻറ്റു 100 നമ്മൾ ചെയ്യും. 90ഉം 75 നമുക്ക് കട്ട് ചെയ്യാം. 15 വെച്ച് കട്ട് ചെയ്യാം. 15 75 5 തവണ പോകും. 90 6 തവണ. 5 120 5 100 20 തവണ. അപ്പൊ 6 into 20 എത്രയായിരിക്കും ആൻസർ? 120 ആയിരിക്കും നമ്മുടെ ആൻസർ. പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. തന്നിരിക്കുന്ന സംഖ്യ എത്ര ശതമാനമാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ തന്നിരിക്കുന്ന 90 എന്ന് പറഞ്ഞ സംഖ്യ എത്ര ശതമാനമാണ്? 75%. അപ്പൊ 90 ഡിവൈഡഡ് ബൈ 75 നമ്മൾ ചെയ്തു. എത്ര ശതമാനമാണോ കണ്ടുപിടിക്കുന്നത് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇൻറ്റു 100 ചെയ്തു. 100% അല്ലെ ടോട്ടൽ മാർക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എല്ലാവർക്കും വരുന്ന എക്സാംസിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മോഡൽ എക്സാംസ് ഒക്കെ നന്നായി ചെയ്ത് നോക്കുക. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാടെണ്ണം ചെയ്ത് നോക്കണം. എക്സാംസ് ഒരുപാടെണ്ണം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കോർ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്.